UDF മന്ത്രിസഭ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെ കുറിച്ചിട്ട്, സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചിട്ട് കേരള സംസ്ഥാനം ഇതിനോടകം ചർച്ച ചെയ്യുകയാണ്. അതിൽ വന്നുവിട്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ വിഭജനം. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തിരൂരിലെ സബ് കളക്ടറായിട്ടുള്ള ദിലീപ് കെ കൈനക്കരെ പോലുള്ള ആളുകളൊക്കെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹം അല്ല ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത്. അതിനു മുമ്പ് തന്നെ പല ആളുകൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഈ ആവശ്യമായിട്ട് രംഗത്ത് വന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. ഇപ്പം ഈ ദിലീപ് കെ കൈനക്കര പറയുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങളും 1 ലോക്സഭാ മണ്ഡലങ്ങളുമായി ജില്ലയുടെ പരിധി നിജപ്പെടുത്തണം എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയെ തിരൂര് കേന്ദ്രീകരിച്ച് 2ആയിട്ട് മുറിച്ചു മാറ്റുക. നിലവിൽ നമുക്കറിയാം ഏതാണ്ട് 45 ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് മലപ്പുറത്ത്. അതിന് തൊട്ട് താഴത്ത് വരുന്ന ജനസംഖ്യ അടിസ്ഥാനത്തിൽ വലുത് തിരുവനന്തപുരമാണ്. പിന്നീട് അങ്ങനെ പോകുന്നു. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ വെറും 5 ജില്ലകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മലബാർ തുടങ്ങി അങ്ങനെ പോകുന്നു. ഏറ്റവും ഒടുവിൽ വിഭജിക്കപ്പെട്ടത് ഏതാണ്? പത്തനംതിട്ടയാണ്. പിന്നെ ഒന്ന് കാസർഗോഡാണ്. അപ്പോൾ UDF മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നതായിരിക്കുമോ? അങ്ങനെ വിഭജിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺട്രവേഴ്സി, വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില തൽപര കക്ഷികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം മതപരമായിട്ട് ഇതിനെ നോക്കിക്കാണുന്നുണ്ട്, ഈ വിഭജനത്തെ. ശരിക്കും എന്താണ് വിഷയം? കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ നടത്താനായിട്ടും ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ പ്രദേശത്തിന് കൃത്യമായിട്ടുള്ള ആവശ്യകതയ്ക്ക് അനുസരിച്ചിട്ടൊക്കെയാണ് ഈ വിഭജനത്തിൻ്റെ മുൻതൂക്കം ഏറുന്നത്. അത് റിലീജിയൻ മാത്രമല്ല അവിടുത്തെ വിഷയം. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ എന്തുകൊണ്ടായിരിക്കും ഇതിനെ മതത്തിൻ്റെ മാത്രം ഒരു വിഷയമായിട്ട് കാണുന്നത്? ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടും അവസാനമായിട്ടും മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുന്ന പാർട്ടി ലീഗ് തന്നെയാണ്. ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് മാർച്ചിൽ ലീഗിൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ അവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു. അവർ അവിടെ പറഞ്ഞൊരു കാര്യമാണ് മലപ്പുറത്തെ 2ആയിട്ട് വിഭജിക്കണം എന്നുള്ളത്. അതിലൊന്ന് തിരൂരങ്ങാടി ആസ്ഥാനമായിട്ട് ഒരു ജില്ല വേണം, രണ്ടാമത് മലപ്പുറം. ഈ തിരൂരങ്ങാടി എന്ന് പറയുമ്പോൾ അതിൽ തിരൂര്, പൊന്നാനി, കൊണ്ടോട്ടി, അതേപോലെ രാമനാട്ടുകര ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ജില്ലയായിട്ട് ഒന്ന് പോകണം. തിരൂരങ്ങാടി ബേസ്ഡ് ആയിട്ടുള്ള ആസ്ഥാനമായിട്ടുള്ളൊരു ജില്ല. രണ്ടാമത് മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ പോലെ ഏറനാട്, പെരിന്തൽമണ്ണ, നിലമ്പൂർ അടക്കമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് 2ാമത്തെ ജില്ല. തിരൂരങ്ങാടി ജില്ല 1, മലപ്പുറം ജില്ല 1. ഇങ്ങനെ 2ആയിട്ട് മലപ്പുറത്തെ വിഭജിക്കണം എന്നാണ് അന്ന് മുസ്ലിം ലീഗിൻ്റെ കൺവെൻഷനിൽ അവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത സാധനം. അപ്പോൾ അതിനും അവർക്ക് വേണ്ടത് ഭരണം അവരുടെ കയ്യിൽ വേണം. ഭരണം ഉണ്ടെങ്കിൽ ഈ സാധനം. ഇപ്പോൾ നമ്മൾ മലപ്പുറത്തിൻ്റെ ഹിസ്റ്ററിയിലോട്ട് നോക്കുമ്പോൾ മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആരാ? ലീഗാണ്. അന്ന് EMSൻ്റെ മന്ത്രിസഭയിലായിരുന്നു ലീഗ്. ലീഗിൻ്റെ ഒറ്റ പിടിവാശിക്കാരനാണ് അന്ന് ഇത് ഉണ്ടാക്കിയത്. അന്നത്തെ കാലത്ത് വരെ ചെറിയ പല വിവാദങ്ങൾ വന്നായിരുന്നു. മിനി പാകിസ്ഥാൻ എന്നുള്ള രീതിയിലൊക്കെ പല തരത്തിൽ വന്നായിരുന്നു. 1969ലാണ് EMS സഭയിലുണ്ടായിരുന്ന ലീഗിൻ്റെ മുമ്പോട്ട് വെച്ച കാരണം അങ്ങനെ ഒഫീഷ്യലി സാധനം ഡിക്ലെയർ ചെയ്ത്. അന്ന് അവർക്കിതിനെതിരെ അതിശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഗ് മന്ത്രിസഭയിൽ ഉണ്ടാകുമ്പോൾ പോലും പല കാര്യങ്ങളും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയാവുന്ന കാലത്താണ്. അന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇനാഗ്രേഷനിൽ പോയി അവിടെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അതിലും അന്നത്തെ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല. കാരണം അന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ കാരണം അവിടെ അവർ പോയിട്ടില്ല. അപ്പം ഇത്തരത്തിൽ സഭയിൽ ഉണ്ടായിരിക്കും 2 മുന്നണികളും ഐഡിയോളജിക്കലി തമ്മിലുള്ള ഡിഫറൻസ് അന്നേ ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഈ സാധനം ഇപ്പോൾ ഇത്ര പ്രസക്തമാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ UDF ജയിച്ചു. ലീഗ് 10 വർഷത്തിന് ശേഷം ലീഗും അതിലോട്ട് വരുന്നു. അപ്പോൾ ലീഗിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 27 മണ്ഡലങ്ങളിൽ ലീഗ് മത്സരിച്ചു. അതിൽ 22 ജയിച്ചു. നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി ലീഗാണ്. 92 മുതൽ 95% അവർ സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സപ്പോർട്ട് ലീഗിന് എന്തായാലും പറയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇപ്പം ഇത് വല്ലാതെ ചർച്ചയാവുന്നു എന്നുള്ളതാണ്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ MLA ലീഗ് ഉണ്ടാക്കുന്നത് മലപ്പുറം ജില്ല ബേസ് ആയിട്ടാണ്. അപ്പം തൊട്ടപ്പുറത്ത് പാലക്കാട് നിന്ന് മണ്ണാർക്കാടാണെങ്കിൽ പോലും മലപ്പുറത്തോട് ബോർഡർ നിൽക്കുന്ന സ്ഥലമാണ്. കോഴിക്കോടാണെങ്കിൽ പോലും മലപ്പുറം കൾച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വിഭജിച്ച് കഴിഞ്ഞാൽ അപ്പം നിലവിൽ നമുക്ക് അവിടെ ഉള്ളത് 16 കോൺസ്റ്റിറ്റ്യുവൻസീസാണ്, 2 ലോക്സഭാ മണ്ഡലങ്ങളായിട്ട്. അതായത് മലപ്പുറം, പൊന്നാനി, ഇങ്ങനെ 2 മണ്ഡലങ്ങളാണുള്ളത്. ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ മലപ്പുറത്ത് വരുന്നതാണ് വണ്ടൂർ, നിലമ്പൂർ, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, പിന്നെ കൊണ്ടോട്ടി, വേങ്ങര, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടക്കൽ
ഇങ്ങനെ വരുന്നതാണ്. അപ്പം ഈ മണ്ഡലങ്ങളൊക്കെ വരുന്നത് ഈ പറയപ്പെട്ട ജില്ലയ്ക്ക് കീഴിലാണ്. ഏകദേശം 16 നിയോജക മണ്ഡലങ്ങൾ, 40 മുതൽ 45 ലക്ഷം അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ടും ഇത് വിഭജിച്ച് കഴിഞ്ഞാൽ വീണ്ടും കോൺസ്റ്റിറ്റ്യുവൻസീസ് അവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗിൻ്റെ നിലവിലുള്ള MLA-മാരുടെ സ്ട്രെങ്ത് വീണ്ടും കൂടും എന്നുള്ളതാണ്. അതായത് ഇപ്പം ലീഗിന് 22 ആണെന്നുണ്ടെങ്കിൽ അത് കൂടിപ്പോയി 30-33 വരെ എത്തിക്കാനുള്ള സ്ട്രെങ്ത് ലീഗിന് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിം പ്രാതിനിധ്യം വല്ലാണ്ട് കൂടും എന്നുള്ളൊരു സാധനം ഒരു വശത്തുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനെ പോലത്തെ ആൾക്കാർ പലപ്പോഴും പറയുന്നത് മലപ്പുറത്തെ അങ്ങനെയാണ്, മലപ്പുറത്ത് ഭക്ഷണം കിട്ടില്ല. അതിൻ്റെ ഒരു കോൺട്രവേഴ്സി കാരണം ഒന്ന് ഈ ഫിഗറിങ് ഔട്ട് തന്നെ. ഇതിലിപ്പോൾ 2 ജില്ലകളായിട്ട് മലപ്പുറത്ത് വിഭജിക്കുക എന്നുള്ളതാണ്. 7 ഒരു ജില്ലക്ക് 7 എന്ന് വെച്ചിട്ട് 7 എന്ന് വെച്ചിട്ട്. അപ്പൊ എങ്ങനെയാണ് കൂടുക? അങ്ങനല്ല, മീൻസ് മണ്ഡല വിഭജനം വേറെ സംഭവം നടത്താൻ പോകുന്നത്. അത് എത്രത്തോളം അത് എഫക്റ്റ് ആവുന്നതല്ല. ഇപ്പം നിലവിൽ 140 ഉള്ളത്. അതിന്റെ സംഭവം എത്രത്തോളം എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം അവസാനം ലോക്സഭയിൽ പാളിപ്പോയി. ഇപ്പം നടത്തുന്നത് ജില്ലാ വിഭജനത്തിന്റെ ഒരു സംഭവം കൂടിയാണ്. അപ്പം ഈ 7 തന്നെ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്തുള്ള മണ്ഡലങ്ങൾ ഇപ്പുറത്തോട്ട് എടുക്കും, അവിടുത്തെ കുറച്ച് സാധനങ്ങൾ കളയും. അപ്പം അങ്ങനെ വരുമ്പോൾ ലീഗിന് കിട്ടാണ്ട് ഇപ്പം നമ്മൾ തവനൂർ KT ജലീൽ സ്വാഭാവികമായിട്ട് ജയിക്കുന്നതാണ്. നിലമ്പൂർ മലപ്പുറം ജില്ല ലീഗിന്റെ കോട്ടാണെന്ന് പറയുമ്പോഴും ലീഗിന് വല്ലാണ്ട് കിട്ടാത്തൊരു സ്ഥലമാണ് നിലമ്പൂർ. എല്ലാ കൊല്ലം ഇടതുപക്ഷത്തോടൊപ്പം PV Anwar ആയിരുന്നു അവിടെ. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നു. അപ്പം പല മണ്ഡലങ്ങളും അങ്ങനെ ഉണ്ട്. ലീഗുകാരെ കോട്ടയം കുത്തകയാണ്. ഇപ്രാവശ്യം മൊത്തം 16 അവർ തൂക്കിയെടുത്തു എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു വലിയ ഘടകം അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഇപ്പം നിലവിലിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി, ചരിത്രം നമ്മളൊന്ന് പറയുകയാണെങ്കിൽ ഈ വിഭജനത്തിന്റെ 1956 നവംബർ 22-നാണ് കേരള സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമാവുന്നത്. അന്നേരം 5 ജില്ലകളാണുള്ളത്: മലബാർ, തൃശ്ശൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം. അന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് 29 ദശലക്ഷമായിരുന്നു. പിന്നീട് മലബാറിനെ വിഭജിച്ചിട്ടാണ് കണ്ണൂരും കോഴിക്കോടും അതുപോലെ തന്നെ പാലക്കാട് പോലുള്ള പ്രദേശങ്ങളൊക്കെ രൂപപ്പെടുന്നത്. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴ രൂപപ്പെടുന്നു. 1958 ഏപ്രിൽ 1 എറണാകുളം രൂപപ്പെടുന്നു. 69 ജൂൺ 16 മലപ്പുറം. കോഴിക്കോടിനെയും പാലക്കാടിനെയും ആ പ്രദേശങ്ങളിൽ നിന്നാണ് മലപ്പുറം കോഴിക്കോട് ഉണ്ടാക്കുന്നത്. അതെ. പിന്നീട് 72 ജനുവരി 26 ഇടുക്കി, കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും എടുത്തുകൊണ്ട് 1980 നവംബർ 1 വയനാട്, 82 നവംബർ 1 പത്തനംതിട്ട, 84 മെയ് 24 കണ്ണൂരിൽ നിന്ന് കാസർഗോഡിനെ കാർവ് ചെയ്തെടുക്കുന്നു. അപ്പം നിലവില് മലപ്പുറത്തിൽ നിന്ന് തിരൂരിനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ആവശ്യം, തിരൂർ കേന്ദ്രീകൃതമായിട്ട്. ഇതിപ്പോൾ ഇദ്ദേഹം മാത്രമല്ല, പല ചരിത്രകാരന്മാർ, ഇപ്പോൾ കുറുപ്പ് മാഷെ പോലെയൊക്കെയുള്ള ചരിത്രകാരന്മാരുണ്ടല്ലോ, അവരൊക്കെ കൃത്യമായിട്ട് ഇക്കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിന് ഇപ്പം പല പ്രദേശങ്ങളിൽ ഇപ്പോൾ ഹില്ലി ആയിട്ടുള്ള ഏരിയ ഉണ്ട്, ഏർബൻ ആയിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പലതാണ്. അപ്പം സുഗമമായിട്ട് ഈ പ്രദേശങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഒരു ജില്ലാ രീതിയിലുള്ള വിഭജനം ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫവാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കൂടുതൽ MLA-മാരുണ്ടാകുമെന്നുള്ള, ലീഗിന് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുള്ളതിന് ആണോ ഇതിന്റെ പ്രധാന ഒരു പ്രശ്നം? അതോ മറ്റ് ചില ഇപ്പം പല ആളുകളുണ്ട്, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ജില്ലയാണ് ഇപ്പം ചോദിച്ചത്, എനിക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രാജ്യം ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ചില ആ രീതിയിലുള്ള ഒരു വർഗീയ ആംഗിളിൽ ഇതിനെ കാണുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിനെ കുറച്ചും അത്തരത്തിലൊരു ഭയങ്കര ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാക്കിയിട്ട് ഭയങ്കര കോൺട്രവേഴ്സിയലാക്കി മാറ്റുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിലപാട്, ഒരു തീരുമാനം മന്ത്രിസഭ, UDF മന്ത്രിസഭ കൈക്കൊള്ളും. അങ്ങനെ ആകുമ്പോൾ തിരുവനന്തപുരം വിഭജിക്കണ്ടേ? അതാണ് പറഞ്ഞത്. ഇതിപ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തിരുവനന്തപുരം മാത്രമല്ല എറണാകുളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് വരും. കാരണം അവർ ഇതേപോലത്തെ പ്രശ്നങ്ങൾ, ഇത്ര തന്നെ പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്നുണ്ടെങ്കിലും എറണാകുളം, തിരുവനന്തപുരം പോലത്തെ ജില്ലകൾ ഈ പറഞ്ഞ പോലെ വിഭജനമായിട്ട് മുമ്പോട്ട് വരും. എന്തുകൊണ്ട് മലപ്പുറം വിഭജനം പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂര് ഒരു മലയോര പ്രദേശമാണ്. നിലമ്പൂർ പൂർണ്ണമായിട്ടും നിൽക്കുന്ന വന്യമൃഗങ്ങൾ നന്നായിട്ടുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം അൻവറിൻ്റെ ക്യാമ്പയിനിങ് പോലും അതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ പൊന്നാനി പൂർണ്ണമായിട്ട് തീരദേശ പ്രദേശമാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് ഒരു പ്രത്യേക സ്പെസിഫിക് കാര്യത്തോട് ഫോക്കസ് ചെയ്യാൻ ഭയങ്കര തരത്തിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട് മലപ്പുറം നോക്കുകയാണെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, ഇത് സാധാരണ നമുക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് സെൻട്രലിൻ്റെ കാര്യത്തിലും സ്റ്റേറ്റിൻ്റെ കാര്യത്തിലും ജില്ലാ അടിസ്ഥാനത്തിലാണ്. ഇത്രത്തോളം സാന്ദ്രത ഉള്ള പോപ്പുലേഷൻ വല്ലാണ്ട് പരിഗണിക്കാറില്ല. അതിൽ ഇത്രത്തോളം സാന്ദ്രത പോപ്പുലേഷനുള്ള ഒരു ജില്ലയിലോട്ട് ജില്ലാ ബേസിലായിട്ട് ഫണ്ട് വരുമ്പം അത് കുറവായിരിക്കും. നേരെ മറിച്ച് ഇത് 2 ജില്ലയാകുമ്പോൾ 2 ജില്ലക്കും ഫണ്ട് കിട്ടും. അപ്പോൾ പലപ്പോഴും വെള്ളാപ്പള്ളിയെ പോലത്തെ ആൾക്കാർ പറയുന്നത് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫണ്ടും
പോകുന്നത് അങ്ങോട്ടാണ്, അത്തരത്തിലുള്ള സാധനമാണ്. അപ്പോൾ ഇത് വീണ്ടും ഊട്ടി ഉറക്കുന്ന പോലെ അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കുന്ന പോലത്തെ ഒരു സാധനമായിട്ട് വരും. അതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം റിലീജിയസ് അല്ലെങ്കിൽ റിലീജിയസ് ബേസ് കോൺട്രാഡിക്റ്റഡ് ആയിട്ട് പോകുന്നത് ഈ സാധനം. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഇപ്പം നമുക്ക് പറഞ്ഞു ഒരു കളക്ടർക്ക് തന്നെ 2 കളക്ടറുടെ ജോലി അവിടെ ഉണ്ട്. അതുകൊണ്ട് സബ് കളക്ടറും പേരിന് മാത്രം സബ് കളക്ടർ എന്നേ ഉള്ളൂ. 2 പേർക്ക് അവിടെ നല്ല പണിയുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടാണ്. ഒരു ജില്ലയെ വിഭജിച്ച് അതേപോലെ അവിടേക്ക് ഒരു ആസ്ഥാന മന്ദിരം അത്തരത്തിൽ ഇത് ആക്കിയെടുക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടും പല വീടുകളും പല അവിടെ ഇവിടെയായിട്ടും കിടക്കുന്നുണ്ടാകും. അതൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് വലിയൊരു പ്രശ്നമാണ്. ഫണ്ട് വലിയൊരു പ്രശ്നം. പക്ഷേ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ആ ഫണ്ടൊക്കെ. ഇതിലിപ്പം ഈ കൈനക്കര ദിലീപ് കെ കൈനക്കര അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് കഴിഞ്ഞ ദിവസം ഈ കാര്യം പറഞ്ഞത്. ഇനിയിപ്പോൾ 2029 വരെ ഇലക്ഷൻ ഇല്ലാത്ത 3 വർഷങ്ങളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. പല കോണുകളിൽ നിന്നും ഷോർട്ട് ടേം എതിർപ്പുണ്ടാകാൻ സാധ്യതയുള്ള എന്നാൽ കേരള സമൂഹത്തിന് അത്യന്താപേക്ഷിതവും ഗുണകരവുമായ കുറച്ച് റീഫോംസ് കൊണ്ടുവരാൻ പറ്റിയ അവസരമാണ്. പുതിയ സർക്കാരിന് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ലിസ്റ്റാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ പെൻഷൻ പ്രായം ഉയർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തേലാണ് ഈ പോയിന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നുള്ള ചർച്ചകളും ഇപ്പം രൂപപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം ജില്ല വിഭജിക്കുക, അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളും. ഒരു 7 നിയമസഭാ മണ്ഡലങ്ങൾ ഒരു ലോക്സഭാ മണ്ഡലമാണ് ഒരു ജില്ലയുടെ ഐഡിയൽ സൈസ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സാമ്പത്തിക ചെലവുള്ള സംഗതിയാണ്. പക്ഷേ അതിൻ്റെതായ രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിലായിക്കാരും അതോടൊപ്പം തന്നെ ജനത്തിന് കൺവീനിയൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായ രീതിയിൽ വിഭജിച്ച് നൽകാനായിട്ട് സാധിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്നത് ആരാണ്? ഒരു കലക്ടറാണ്. സബ് കലക്ടർ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുമ്പോൾ നമ്മളതിനെ ഗൗരവത്തോടു കൂടിയിട്ട് തന്നെയാണ് സമൂഹം കാണുന്നത്. പക്ഷേ അതിൽ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞെട്ടിപ്പിക്കുന്ന മലപ്പുറം വിഭജനം അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ വിഭജനം നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ചർച്ചകൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ന് അവർക്ക് കൈക്കൊള്ളാൻ സാധിക്കുമോ? ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന് ഇതൊരു റിസ്കി എലമെന്റ് ആണ്. കാരണം നമുക്കറിയാം 5ാം മന്ത്രിസഭയെ ബന്ധപ്പെട്ട് ലീഗ് ഉണ്ടാക്കിയ പുകിലും പുറത്ത് സമൂഹത്തിൽ ക്രിസ്ത്യൻ സമൂഹവും മറ്റ് ഹിന്ദു സമൂഹത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അപ്പം വീണ്ടും ഇതൊരു വിഭജനത്തിലോട്ട് വരുമ്പം, പക്ഷേ ഈ പറഞ്ഞ പോലെ മലപ്പുറം ജില്ല മാത്രമല്ല എറണാകുളവും തിരുവനന്തപുരവും എല്ലാം വിഭജിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രത്തോളം പ്രശ്നം വരില്ല. മലപ്പുറം മാത്രം വിഭജിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ്. അപ്പോൾ ബാക്കിയുള്ള ജില്ലകളും ഇപ്പോൾ ഇത്തരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സി അവിടെ മാക്സിമം ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പം ബാക്കി സംസ്ഥാനങ്ങൾ പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എത്രത്തോളം ഗവൺമെൻറ് പ്രത്യേകിച്ച് ഇപ്പം സതീശൻ തന്നെ പറഞ്ഞു, മുണ്ട് മടക്കി കുത്തി എന്താ പറയുക മുണ്ട് ടൈറ്റാക്കി എടുത്ത് നടക്കേണ്ട അവസ്ഥയിലാണ്. നല്ല കച്ചനാവ് പൂച്ച പറ്റി കിടക്കുകയാണ്. അത്രത്തോളം സാമ്പത്തികാവസ്ഥ പ്രശ്നത്തിലാണ്. പുതിയ കാറുകൾ വാങ്ങുന്നില്ല. നിലവിൽ എന്ത് കാറാണോ ഉള്ളത്, വെള്ള കാറ് മതി. നിലവിലുള്ള കാർ തന്നെ ഇന്നോവൻ്റെ ക്രിസ്റ്റ കാർ തന്നെ തട്ടി ശരിയാക്കി എടുത്ത് അതുമായിട്ട് മുമ്പോട്ട് പോവാം, കറുത്ത കാറൊന്നും വേണ്ട എന്നുള്ള തരത്തിലൊക്കെയാണ് സതീശനും പറഞ്ഞത്. അപ്പോൾ സാമ്പത്തിക നിലയായിട്ട് അത്രയും ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് ഇത് നടക്കുമോ ഇല്ലേ എന്നുള്ള, പക്ഷേ ലീഗിനെ പോലത്തെ ഒരു സംഘടന മലപ്പുറത്തിന് വേണ്ടി വാദിക്കുന്നു. അപ്പുറത്ത് ഇനി ആരൊക്കെ വാദിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്.